അനുകൂലമെനിക്കവനെന്നാളും തവ ജീവനെ ആശ്രയം ഹാലലൂയ കൃപ കൃപയോ നേനാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയൻ നാളും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയൻ നാളും എൻ്റെ താഴ്ചയിൽ അവൻ എന്നെയോ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രാഗി തമ്മാടിടും ഞാൻ തൻ്റെ കൈകളിൽ ദുനിയ ശതന പാടിടും ഞാൻ കൃപ കൃപ ആശ്രയം ഹാലലൂയ കൃപ നേനാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും രൂപമതിയെന്നാളും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയ കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ നാം ചിന്തിച്ചു പരിശുദ്ധാത്മാവിനെ നാം എന്തുകൊണ്ട് പ്രാപിക്കണം. യേശു പഠിപ്പിച്ചതായ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നാം ചിന്തിച്ചു വരുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിലേക്ക് വന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആരാണ്? ഒരു വ്യക്തിയാണെന്ന് യേശു പഠിപ്പിച്ചു. ഞാൻ പോയിട്ട് അവനെ നിങ്ങൾക്ക് അയച്ചത്. അത് വാഗ്ദത്തമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണം? നാം ചിന്തിച്ചു അത് യേശു കർത്താവിന്റെ വാഗ്ദത്തമാണ്. രണ്ടാമതായി, സാക്ഷ്യം പറയണമെങ്കിൽ ഈ ശക്തി വേണം. യേശുവിനെ കുറിച്ച് പറയണമെങ്കിൽ, സുവിശേഷം പറയണമെങ്കിൽ ഈ ശക്തി വേണം. അതുകൊണ്ടത് പ്രാപിക്കണം. മൂന്നാമതായി, യേശു കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങിവരവെങ്കിൽ രൂപാന്തരം പ്രാപിക്കുന്നത് നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് എന്ന് കാണുവാൻ കഴിഞ്ഞു. ആ ആത്മശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ രൂപാന്തരപ്പെടാൻ കഴിയത്തുള്ളൂ എന്ന് നാം ചിന്തിച്ചു. അടുത്തത്, ദൈവവുമായുള്ള സുദൃഢമായ ബന്ധത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ദൈവാത്മാവിനെ നാം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയ ശുശ്രൂഷകൾ നടക്കുവാൻ കഴിയത്തുള്ളൂ. അത് ദൈവസഭയ്ക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 2 തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരാം. 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. 2 തിമോഥെയോസ് 1-ാം അധ്യായം 7-ാമത്തെ വാക്യം നോക്കുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ. സുബോധത്തിന്റെ എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം അവിടെ വളരെ ചിന്തനീയമാണ്. ഡിസിപ്ലിൻ. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകും. എന്തൊക്കെ ഉണ്ടാകും? ഭീരുത്വം ഓടിപ്പോകും, ഭയം ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി എന്താ സംഭവിക്കുന്നത്? സഹോദരൻ, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ വലിയ ശക്തി അതിൽ മേലുണ്ടാകും. ഇതുവരെ ഇല്ലാത്ത വലിയ കറേജ് വിഷയങ്ങൾക്ക് വേണ്ടി, ആത്മീയ വിഷയങ്ങൾക്ക് ദൈവം നമുക്ക് തരും. സ്തോത്രം. അടുത്തത്, സ്നേഹത്തിന്റെ ആത്മാവായി അത് തീരും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു വ്യക്തിയെ നമ്മൾ ഓർക്കുമ്പോൾ, നമ്മുടെ കൂടെയുള്ളതോ നമ്മുടെ സഭയിലുള്ളതോ ഇതര സഭകളിലുള്ളതോ ആത്മീയമായ വ്യക്തിയോ അനാത്മീയമായ വ്യക്തിയോ ആകുമ്പോൾ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ വൈരാഗ്യത്തോടു കൂടിയല്ല ഓർക്കുന്നത്, സ്നേഹത്തോടെ ഓർക്കുവാൻ കഴിയുന്നു. അവർക്ക് മാനുഷികമായ ബലഹീനതകൾ ഉണ്ടാകാം, വീഴ്ചകൾ ഉണ്ടാകാം, നമ്മളോട് അവർ മുറിപ്പെടുത്തിയതായ വിഷയങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതെല്ലാം മറക്കുവാൻ കഴിയുന്ന സ്നേഹത്തിന്റെ ആത്മാവായി അത് വ്യാപരിക്കുന്നു.
സ്തോത്രം. അടുത്തത് നാം കണ്ടത് എന്താണ്? സുബോധത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിന്റെ ആത്മാവെന്ന. സ്തോത്രം. ആമേൻ. വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ നല്ല ഡിസിപ്ലിൻ ഉണ്ടാകുന്നു, ചിട്ട, അച്ചടക്കം ഉണ്ടാകുന്നു. ആരും പറയാതെ തന്നെ അച്ചടക്കത്തിൽ ജീവിക്കാൻ കഴിയുന്നു. ആമേൻ. സ്തോത്രം. ദൈവസഭയ്ക്ക് ചില അച്ചടക്കങ്ങളുണ്ട്. സ്തോത്രം. ഒരു കുടുംബത്തിനകത്ത് അച്ചടക്കങ്ങളുണ്ട്. ക്രിസ്തീയ കുടുംബത്തിനകത്ത് പ്രത്യേകിച്ച് അച്ചടക്കങ്ങളുണ്ട്. ആ അച്ചടക്കങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്ന് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതിനുള്ള ബന്ധത്തിൽ തുടർന്ന് ചില കാര്യങ്ങളോട് ചിന്തിപ്പാൻ താല്പര്യപ്പെടുകയാണ്. റോമാലേഖനത്തിലേക്ക് കടന്നു വരാം. 8-ാം അധ്യായം 26-27 വാക്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം 26-27 വചനങ്ങൾ. പരിശുദ്ധാത്മാവിനെ നാം എന്തുകൊണ്ട് പ്രാപിക്കണം? പ്രാർത്ഥനയ്ക്ക് നമ്മെ സഹായിക്കുന്ന ഒരു അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് പരിശുദ്ധാത്മാവ്. കാരണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം കൂട്ടത്തിൽ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ നാം ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം നാം പിതാവിനോട് ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കൂ. പബ്ലിക്കായി നാം ചോദിക്കുമ്പോൾ വളരെ സെൻസിബിൾ ആയിട്ടാണ് നാം ചോദിക്കുന്നത്. എന്റെ പ്രാർത്ഥന വീട്ടുകാരും നാട്ടുകാരും കേൾക്കാൻ സാധ്യതയുണ്ട്. അവരെന്നെ കുറിച്ച് എന്താ ധരിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വളരെ പോളിഷ്ഡ് ആയിട്ട് വളരെ ക്രമീകരിച്ച് മാത്രമേ നാം പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നാൽ അകത്ത് അപ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു ചിന്തയുണ്ട്, കർത്താവേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്നെ മനസ്സിലാതിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സിരിക്കുന്ന നല്ല കാര്യങ്ങളോ ഒക്കെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കായി പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് അത് നാം ഒളിച്ചു വെച്ചുകൊണ്ട് ചില അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന, കർത്താവേ അവൻ ആരോടും പറഞ്ഞിട്ടില്ല, ആ വിഷയത്തിന്മേൽ ഞാൻ തൊട്ടെങ്കിൽ കൊള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ചോദിക്കുന്നതിനും ദൈവം നമുക്ക് മറുപടി തരുന്നത് എങ്ങനെയാ? ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. അത് എല്ലാവരിലും വ്യാപരിക്കത്തില്ല, എല്ലാവർക്കും അത് കിട്ടുകയില്ല. സ്തോത്രം. ചോദിക്കുന്ന ഉടനെ മറുപടി കിട്ടത്തില്ല. ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കിട്ടുമെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? സ്തോത്രം. അവൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവനുസരിച്ചാണ് ഈ വിഷയങ്ങൾ നടക്കാൻ പോകുന്നത്. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നു എങ്കിൽ അതെന്തുമാത്രം ശക്തിയോടെ വ്യാപരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി മാത്രമേ അവൻ ഈ വിഷയത്തിന് മേൽ വർക്കിംഗ് നടക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുക. ഈ ആരാധനയ്ക്കകത്ത്, സഭാരാധനയ്ക്കകത്ത് പല കാര്യങ്ങളോട് നടന്നുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. സഭയായിട്ട് നാം കുറച്ച് മുമ്പേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ ഇന്ന വിഷയത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ എന്ന് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല എന്നുള്ളത് കൊണ്ടല്ല. സ്തോത്രം. ആ വിഷയം ദൈവം മറന്നുപോയി വീണ്ടും ഓർപ്പിക്കേണ്ട കാര്യമുണ്ട് എന്നതുകൊണ്ടല്ല. അവൻ മറവിയുള്ള ദൈവമല്ല. പക്ഷേ ആ വിഷയത്തിനകത്ത് ദൈവ സ്നേഹവും ഐക്യതയും ദൈവം നമ്മിൽ കാണുമ്പോൾ അവന് സ്വർഗത്തിൽ ഇരിക്കാൻ കഴിയത്തില്ല. ആ വിഷയത്തിന് അവൻ മറുപടി തരുന്ന ദൈവമാണ്. ഇന്ന് മുതൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാകിയ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി എന്തും മാത്രം ഉണ്ടോ അതനുസരിച്ച് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സെരുബാബേലിനോട് പറഞ്ഞു, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീയാർ. സെരുബാബേലിനോടാ പറഞ്ഞേ, മലയോടല്ല പറഞ്ഞത്. ശ്രദ്ധിക്കണം. സെരുബാബേലിനോടാണ് പ്രവാചകൻ പറയുന്നത്. ഒരു ദൂത് കേൾക്കുക. സെരുബാബേലേ,
സെരുബാബേലിനോട് ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞു. സ്തോത്രം. സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. നിന്റെ മേൽ കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും. ആമേൻ. അതൊരു അക്ഷരീയമായ പർവ്വതമായിരുന്നില്ല. ചരിത്രം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജാവിന്റെ സ്തോത്രം എതിരായുള്ള ഡിക്രി തീരുമാനമാണ് ആ പർവ്വതം പോലെ അവനെ തടഞ്ഞുകൊണ്ടിരുന്നത്. ദൈവപ്രവർത്തികൾ ചെയ്യാൻ കഴിയാതെ, സ്തോത്രം ദൈവവേല ചെയ്യാൻ കഴിയാതെ, സ്തോത്രം കർത്താദാസൻ പറഞ്ഞല്ലോ, സ്തോത്രം ചൈനയിലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് നാം കേട്ടുവല്ലോ. രാജ്യങ്ങൾ ഒന്നടങ്കമായി, രാജാക്കന്മാർ ഒന്നടങ്കമായി എഴുന്നേറ്റ് നിൽക്കുന്നത് ഒരു പർവ്വതം പോലെയാണ്. ദൈവത്തിന് വ്യവഹാരമുള്ളത് പൊളിറ്റീഷ്യൻസിനോടല്ല, ദൈവത്തിന് വ്യവഹാരമുള്ളത് നാട്ടിലെ പർവ്വതങ്ങളോടല്ല, ദൈവത്തിന് വ്യവഹാരമുള്ളത് ദൈവത്തിന്റെ ദാസന്മാരോടാണ്. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആലോചന ആദ്യം കിട്ടിയത് ഏലിയാവിന്റെ ഉള്ളിൽ ഒരു വലിയ ശക്തി, അവൻ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്, പടയുടെ വലിയ മുഴക്കം അവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയാവിന്റെ മുമ്പിലാണ് ശക്തമായ ദൈവപ്രവർത്തികൾ നടക്കാനാണ് എത്തുന്നത്. ആഹാബിനെ ദൈവം, സ്തോത്രം ദൈവത്തിന് ദൂത് വല്ലപ്പോഴും അറിയിക്കുക മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ശക്തമായി അവന്റെ ഹൃദയത്തിൽ ദൈവദൂത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന് വ്യവഹാരമുള്ള ദൈവദാസന്മാർ ദൈവമക്കളോടാണ്. ആത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ ദാസനോട് പറയുന്നു, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ. ഈ ദൂത് കേൾക്കുമ്പം ആർക്കാണ് സന്തോഷം ഉണ്ടാകുന്നത്? പർവ്വതത്തിനല്ല സന്തോഷം ഉണ്ടാകുന്നത്. സ്തോത്രം. പ്രതികൂലത്തിനല്ല സന്തോഷം ഉണ്ടാകുന്നത്, മറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നവന് ചൈതന്യം വർദ്ധിക്കുകയാണ്. ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. ഇന്ന് പകൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളായ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പൽക്കാലം ഇടപെടുന്നു. നിന്റെ മുമ്പിൽ സ്തോത്രം ചിന്തിക്കാത്ത പ്രശ്നങ്ങളെ ദുഷ്ടൻ വലിച്ചടച്ചുകൊണ്ടിരിക്കുക, കുന്നുകൂടിച്ചുകൊണ്ടിരിക്കുകയാ. ഒരു കുന്ന് കൂടുന്നത് പോലെ ഓരോന്നോരോന്നായി ചേർന്ന് കുന്നുകൂടുന്നത് പോലെ കുന്നുകൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് പറയുന്നു, അത് നിന്റെ ശക്തി കൊണ്ടല്ല ഉരുട്ടാൻ പോകുന്നത്. അവൻ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് അതിനെ ആത്മാവിനെ ഇടിച്ചു കളയുകയാണ്. ആത്മാവിൽ ഇടിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ നീക്കം ചെയ്യുന്നു. ഒരു ദിവസം കൊണ്ടല്ല ഈ പ്രശ്നം നിനക്ക് വന്നത്, അനേക നാളുകൊണ്ട്. എന്നാൽ ഇടിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇടിയാൻ സാധ്യതയുണ്ട്. ശക്തി പ്രാപിച്ചാൽ ഇന്ന് ഇടിയും. മതിൽ വീണ ഒറ്റ ദിവസം കൊണ്ട് ഇടഞ്ഞു വലിഞ്ഞല്ല ദൈവം പ്രവർത്തിക്കുന്നത്. വസ്തുവിന്റെ മേൽ വ്യാപരിക്കുന്ന പോരുകൾ ഇപ്പോൾ അഴിയട്ടെ. ശരീരത്തിന് മേൽ വ്യാപിക്കുന്ന വെല്ലുവിളി അഴിയട്ടെ. ചില മാസങ്ങൾ കൊണ്ട് പിടിമുറുകിയിരിക്കുക. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ദൈവമേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അതിന്റെ പ്രാക്ടിക്കാലിറ്റിയിലേക്കുള്ള കാര്യം ഞാൻ ആഗ്രഹിക്കുക. ആമേൻ. ദൂത് പറഞ്ഞു വിട്ടാൽ മാത്രം പോലെ അതിന്റെ പ്രാക്ടിക്കാലിറ്റി, അതിന്റെ പ്രായോഗികതയിലേക്ക് കടക്കുവാൻ കർത്താവിനെ ജനത്തെ കുറിച്ച് ആഗ്രഹിക്കുക. ആമേൻ. ഒരു ആമേൻ ചിത്രശലഭം പോലെ പറന്നു പോകാൻ ദൈവം ഇവരെ കണ്ടതാ. പക്ഷെ ഇപ്പോഴും ഒരു കൂടിനകത്ത് നീയിരിക്കുക, വാഗ്ദത്തങ്ങളുടെ കൂടുകൾക്കകത്ത് നീരുന്നുകൊണ്ട് നെടുവപ്പെടുക. കർത്താവെ, എനിക്ക് അപ്പോൾ പുറത്തു വരാൻ കഴിയും. അനേക ആലോചന എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ അത് കൂടിനകത്തിരിക്കുകയാണ്. ദൈവം പറയുന്നു, എന്റെ ആത്മാവിന്റെ മേൽ വരുമ്പോൾ അത് ശക്തിയോടെ പുറത്തു വരുവാൻ കാരണമായി തീരുകയാണ്. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവ സാന്നിധ്യം പറഞ്ഞത്. സ്വർഗ്ഗം കുനിഞ്ഞിറങ്ങി വരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ആ പറയപ്പെട്ട കേൾക്കപ്പെട്ട വിഷയത്തിന്റെ മേൽ ദൈവം ഒന്ന് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഇന്നൊരു പർവ്വതം പോലെ നിൽക്കുക.
കർത്താവ് റിയാലിറ്റിക്ക് എതിരല്ല. സ്തോത്രം. വളരെ ശ്രദ്ധിക്കുക. പർവ്വതം പർവ്വതം തന്നെയാണ്. സ്തോത്രം. പർവ്വതം പുകയാണെന്ന് കർത്താവ് പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പർവ്വതം പുകയാണെന്ന് കർത്താവ് പറയില്ല. അത് പറയുന്നത് സൈക്കോളജിസ്റ്റ് ആയിരിക്കും. സ്തോത്രം. അവർ വേണേ പറയും പ്രശ്നമില്ല, പ്രശ്നമില്ല, പറ പ്രശ്നമില്ല, 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 പ്രശ്നമില്ല. തിരിച്ചു വരുന്നത് പ്രശ്നമില്ല എന്ന് പറയുന്നൊരു പ്രശ്നം കൂടിയാണ് തിരിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. ഓൾറെഡി പ്രശ്നമുണ്ട്, അപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം കൂടെ കയറിയിരിക്കുക കൂടെ. സ്തോത്രം. കർത്താവ് ഇങ്ങനെ പറയുന്ന ദൈവമല്ല. സ്തോത്രം. പക്ഷേ അതിനെ ഊറ്റിക്കളയാൻ നമ്മിൽ ഒരു ശക്തി വ്യാപരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പർവ്വതത്തെ ഉരുട്ടാൻ, ഉന്തിക്കളയാൻ, ഇടിച്ചു കളയാൻ എനിക്ക് ശക്തിയില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. എന്റെ ശരീരത്തിൽ ഞാൻ ബലഹീനനാണ്, അപ്പോഴും ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? അവൻ ശക്തി പുറപ്പെട്ടിട്ട് എന്റെ ബലഹീനതയിൽ ഞാൻ ശക്തി പ്രാപിക്കുന്നു. മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസൻസ് ഓഫ് ഗോഡ്. യേശുവിന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെ ഇറങ്ങട്ടെ. യേശുവിന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറയുന്നു, നീ വിതച്ചു, എന്നാൽ കൊയ്യുവാൻ ചെന്നപ്പോൾ മറ്റൊരുത്തന് അതിന്റെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ വർഷം കൊയ്ത്തിന്റെ വർഷമായി ദൈവം നിനക്ക് മാറ്റിയിട്ടതാ, എന്നാൽ അതിന് മേൽ അവകാശം പറഞ്ഞ് മറ്റൊരു ശക്തി വന്നു കയറിയിരിക്കുകയാ. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? അത് ദൈവത്തിന്റെ ആത്മാവിനാൽ. അടിസ്ഥാനങ്ങൾ കുലുങ്ങുമാണ്. ദൈവശക്തി വ്യാപരിക്കട്ടെ. കാര്യാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുന്ന പോലെ നിരാശയുടെ ചങ്ങല ഇപ്പോൾ അറിയട്ടെ. ഡിപ്രഷന്റെ ആത്മാവെ അറിയ. ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സഹായിക്കാൻ കൂടെ നിൽക്കുക. അവരതിന്റെ യുദ്ധം, അവരതിന്റെ വിഷയം വിട്ടുകൊടുക്കുക. ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്യട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. നിന്റെ വെറും കൈയോടെ അവൻ വിടത്തില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഞാൻ നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൈന്യത്താലല്ല, അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ യുദ്ധം ചെയ്യുക. ഈ പർവ്വത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഉന്തി മാറ്റുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. യെസ്, നമുക്ക് വീണ്ടും മടങ്ങി വരാം. ധാരാളം കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചിന്തിക്കാനുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 26-27 വാക്യം. പരിശുദ്ധാത്മാവിനെ എന്തുകൊണ്ട് നാം പ്രാപിക്കണം? പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബലഹീനതയിൽ നിന്നുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. പൂർണ്ണതയിൽ നമുക്ക് അറിഞ്ഞുകൂടാ. കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അതിന് പ്രതിഫലം ഉണ്ടാകത്തുള്ളൂ, പൂർണ്ണമായി പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഇതറിയാവുന്ന കർത്താവ് ആദ്യം നമ്മോട് പറഞ്ഞു ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക.
ആദ്യം ഇങ്ങോട്ട് കയറി വന്നിട്ട് ബട്ടൺ ഇടുന്ന പോലെ അന്യഭാഷ അങ്ങ് തുടങ്ങരുത്. സ്തോത്രം പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. നാം നടന്നു പോകുമ്പോഴും ബസ്സിലായിരിക്കുമ്പോഴും ഏത് ഭാഗത്തായിരുന്നാലും അന്യഭാഷ പറയാം. ഏറ്റവും അധികം പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളേക്കാൾ ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയുന്നു, സംസാരിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്കകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, രണ്ടാമത് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ട് എന്ത് പ്രാർത്ഥിക്കും? അറിയാവുന്ന കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഒന്ന് മാറ്റിയിടും, ആത്മാവിലോട് കയറും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ അസാധ്യമായ കാര്യങ്ങളിലേക്ക് കയറിയാ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഉണ്ടാകാൻ സാധ്യതയുള്ള ഏകദേശം അടുത്ത് വരുന്ന കാര്യങ്ങളൊക്കെ വെച്ചാണ് നാം ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഞാൻ പറയും, ഉദാഹരണമാകട്ടോ, ഉദാഹരണമായിട്ട് മാത്രമേ അതെടുക്കാവൂ. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് ദൈവം അത് അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. സ്തോത്രം. നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, കർത്താവേ ഈ വർഷം കഴിയുന്നതിന് മുമ്പേ ഒരു 10 പേര് സ്നാനപ്പെടാനിടയാക്കണമേ. നമ്മളെ കുറച്ച് പേരെ ഇങ്ങനെ മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ ഒരു 10 പേരെങ്കിലും സ്നാനപ്പെടാനിടയാക്കണേ. അത് കഴിഞ്ഞ് ആമേൻ പറഞ്ഞ് ആത്മാവിലോട് കയറി, ആത്മാവ് പറയാനിരിക്കട്ടെ ഒരു 25,000 പേര് സ്നാനപ്പെടാനിടയാകട്ടെ. ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ തന്നെ ജീവൻ പോയല്ലേ. പ്രൈസ് ദി ലോർഡ്. ഇത് ആത്മാവിൽ പറയുന്ന കാര്യമാണ്. ഇതുപോലെ നാം ബുദ്ധി കൊണ്ട് പറയുന്നത് ഏറ്റവും താഴെയുള്ള കാര്യമാണ്. പക്ഷെ ദൈവത്തിന് ആത്മാവ് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്. അവൻ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ഒരൊറ്റ നിമിഷം അവൻ ഈ തിരുവനന്തപുരം പട്ടണത്തിന് മേൽ പ്രവർത്തിച്ചാൽ ഇവിടെ ഇരിക്കാനിടം പോലാണെന്നും ദൈവപ്രവർത്തികൾ വെളിപ്പെടാനിടയായി തീരും. നമ്മുടെ കുടുംബത്തിന്മേൽ അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, കർത്താവേ എന്നെ ഈ പിതാവിനോട് അല്ലെങ്കിൽ ഈ സഹോദരിയോട് ഈ സഹോദരനോട് ഞാൻ കടന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് കടന്നു ചെല്ലുമ്പോൾ എന്നെ ചീത്ത വിളിക്കാനിടയാകരുത്, അവന്റെ വായ ബന്ധിക്കണം യേശുവിന്റെ നാമത്തിൽ എന്നെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ സ്തോത്രം അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആത്മാവ് പറയാണ്, കർത്താവേ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആത്മാവ് പറയാം, എന്നെ ഭാഷ പറയാൻ വിചാരിച്ചു, കർത്താവേ ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെ മാനസാന്തരപ്പെട്ടവരെ സ്തോത്രം ഞാൻ കടന്നു ചെല്ലുമ്പോൾ തന്നെ ദൈവ ഭയം അവരുടെ മേൽ വീണിട്ട് പാപബോധം കടന്നു വരുന്നതും ദൈവവചനങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്രിയ ചെയ്യുന്നതും സംഭവിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് സിംഹം മാനസാന്തരപ്പെട്ടാലും ആ പുള്ളി മാനസാന്തരപ്പെടത്തില്ല. സ്തോത്രം. ഇനി കല്ല് ഉരുകിയാലും ഈ പുള്ളി ഉരുകത്തില്ല. എന്നാൽ ദൈവം പറയുന്നത് ഇല്ല, എന്റെ ഒരു വചനം അയച്ചാൽ മതി. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പലതിനും വിടുതൽ വ്യാപരിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം നമുക്ക് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും, നാം ഇതുവരെ ബുദ്ധി കൊണ്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എന്നാ ചെയ്യേണ്ടത്? അറിയാവുന്നവരെല്ലാം ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, ഇല്ലാത്തവരെ കേട്ടുകൊണ്ടിരിക്കട്ടെ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിക്കാം. ആത്മാവുള്ളവരെല്ലാം ആത്മാവിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ പറഞ്ഞത് ആമേൻ, വെറുതെ നമ്മൾ പ്രസംഗം കേട്ട് പോകരുത്. ഇന്ന് പകൽ ദൈവശബ്ദം കേൾക്കുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക. വിഷയങ്ങൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുക. കുടുംബത്തിന് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുക. Amen, 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 amen.